ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവാണ് ക്ലോസ് ചെയ്ത് കാണാൻ സാധിച്ചത്. ബിഗിനിങ് വളരെ സ്ലോ ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ശക്തി പ്രാപിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പണപ്പെരുപ്പത്തിൻ്റെ നല്ല ഡേറ്റയാണ് വിപണിയെ കൂടുതൽ ശക്തിപ്പെടുത്തിയതെന്ന്. അപ്പോളോ ഹോസ്പിറ്റൽ, ഹിൻഡാൽകോ, സിപ്ല, ഡോക്ടർ റെഡ്ഡി എന്നിവ ഷെയർസ് മേളിൽ പോയപ്പോൾ അതിനെ നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തു. നിഫ്റ്റി 50 24,619 ക്ലോസ് ചെയ്തപ്പോൾ 131 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 137 പോയിന്റ്സ് വരുന്നു 55,181 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് 56,681 ക്ലോസ് ചെയ്തപ്പോൾ 356 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 115 പോയിന്റ്സ് ഉയർന്ന് 17,613 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് എന്ന് 12.14 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 304 പോയിന്റ്സ് ഉയർന്ന് 80,539 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DIA 5,623 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു, മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. FII സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്, 3,644 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി എനർജി, നിഫ്റ്റി FMCG, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അത് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് എന്ന് എബോ 1% റാലി നടത്തിയപ്പോൾ നിഫ്റ്റി ഹെൽത്ത് കെയർ എന്ന് എബോ 2% റാലിയാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ എന്ന് 24,122 ക്ലോസ് ചെയ്തപ്പോൾ 266 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 2 പോയിന്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്, 34,739 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 103 പോയിന്റ്സ് ഉയർന്ന് 26,238 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,010 ക്ലോസ് ചെയ്യുമ്പോൾ 24 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 306 പോയിന്റ്സ് ഉയർന്ന് 14,691 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9,025 ക്ലോസ് ചെയ്യുമ്പോൾ 53 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 18 പോയിന്റ്സ് ഉയർന്ന് 34,692 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1,662 ക്ലോസ് ചെയ്യുമ്പോൾ 14 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ എന്ന് 116 പോയിന്റ്സ് ഉയർന്ന് 9345 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 5 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി, 11,098 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ എന്ന് 22,130 ക്ലോസ് ചെയ്യുമ്പോൾ 376 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 9 പോയിന്റ്സിൻ്റെ ഫോൾ ഉണ്ടായി, 7,017 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി എന്ന് 886 ക്ലോസ് ചെയ്തപ്പോൾ 2 പോയിന്റ്സിൻ്റെ ഗെയിനാണ് കാണാൻ സാധിച്ചത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,560 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,149 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോളോ ഹോസ്പിറ്റൽ 8.20% നല്ല റാലി നടത്തി, നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തു. ഹിൻഡാൽകോ 5.09% റാലി നടത്തി. ഡോക്ടർ റെഡ്ഡി 2.71%, സിപ്ല 2.52%, ഹീറോ മോട്ടോകോപ്പ് 2.35%, ഇറ്റേണൽ 2.29%, ബെൽ 2.23%, M&M 1.78%, HDFC Life 1.54% ആൻഡ് കോട്ടക് ബാങ്ക് 1.52% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.26% ഫോളോ കണ്ടു. അദാനി പോർട്സ് 0.72% ഫോളോ കണ്ടു. ITC 0.52%, ടൈറ്റൻ 0.43%, ടെക്കം 0.35%, അൾട്രാസിംകോ 0.31%, ആക്സിസ് ബാങ്ക് 0.29%, NTPC 0.09%, വിപ്രോ 0.07% ആൻഡ് അദാനി എൻ്റർപ്രൈസസ് 0.05% ഫോളോ ആണെന്ന് കാണാൻ സാധിച്ചത്. ഇതൊരു ബയേഴ്സ് അല്ല, റെക്കമെൻഡേഷൻ അല്ല, ന്യൂസ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ 2024 ഓഗസ്റ്റിൽ 25,235 നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് 24,619 നിൽക്കുമ്പോൾ 2.44% ലോസ് ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,619 നിൽക്കുമ്പോൾ 3.69% പ്രോഫിറ്റാണ് കഴിഞ്ഞ 8 മാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,585 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 24,487 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 24,619 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച 1.05% ഗെയിനാണ് നിഫ്റ്റിയിൽ നിന്ന് കാണാൻ സാധിച്ചത്. ടോട്ടൽ 256 പോയിന്റ്സ് ഉയർന്നു. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യൽ ജോബ് പ്ലേസ് ക്ലെയിം ഡാറ്റ US എന്ന് നാളെ വരുന്നുണ്ട്. WPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ത്യ എന്ന് നാളെ വരുന്നുണ്ട് 14 ഓഗസ്റ്റിന്.
ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.